ഹലോ ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ചെറിയൊരു ബീട്രൂട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ എത്രയും പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹൽവ ഉണ്ടാക്കും. നമുക്ക് മക്കൾ എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കടയിൽ നിന്നൊന്നും വാങ്ങാൻ കഴിയില്ലല്ലോ. അപ്പോൾ വീട്ടിൽ നമ്മൾ തോരൻ വെക്കാനൊക്കെ ഉണ്ടെങ്കിൽ ബീട്രൂട്ട് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വീട്ടിൽ തന്നെ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. മക്കൾക്ക് നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ് കേട്ടോ. യാതൊരു കെമിക്കലും ഇല്ല. അപ്പോൾ നന്നായി സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് നല്ല ക്രീറ്റ് ചെയ്തെടുത്തിട്ട് അത് പാനൊക്കെ വെച്ച് നെയ്യ് ഒഴിച്ച് മിൽമ നെയ്യ് കേട്ടോ. മിൽമ നെയ്യ് ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്, ഹൽവക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ബീട്രൂട്ട് മുഴുവനായി ഇട്ടെടുത്തിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായി വഴറ്റി കൊടുക്കാം കേട്ടോ. നന്നായി വഴറ്റിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ വഴറ്റട്ടോ. പിഞ്ചിട്ടിട്ട് കൊടുക്കാം. നന്നായി വഴറ്റിയിട്ട് പിന്നെ അപ്പം ബീട്രൂട്ടിൻ്റെ പച്ചച്ചയൊക്കെ മാറുന്നവരെ വഴറ്റട്ടോ. നന്നായി വഴറ്റിയിട്ട് വഴറ്റിക്കൊണ്ടേ ഇരിക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്, യാതൊരു കെമിക്കലും ഇല്ല. മക്കൾക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഐറ്റമാണ് കേട്ടോ. തോരൻ വെക്കാനൊക്കെ എന്തായാലും നമ്മൾ ബീട്രൂട്ട് വീട്ടിൽ കൊണ്ടുവരുമല്ലോ. അപ്പോൾ കുറച്ച് തേങ്ങക്കൊത്ത് ഇട്ട് കൊടുക്കുക. തേങ്ങക്കൊത്ത് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. നല്ലോണം വഴറ്റുക. നന്നായി വഴറ്റിയിട്ട് കുറച്ച് ശർക്കര അരിച്ച് വെച്ചെടുക്കാം കേട്ടോ. കല്ലും പുളിയൊക്കെ ഉണ്ടോ നോക്കിയിട്ട് ആണ് കേട്ടോ. നന്നായി വഴറ്റിയിട്ട് വെള്ളമൊക്കെ ഒറ്റി വരുന്ന വരെ വഴറ്റട്ടോ. നന്നായി വഴറ്റുക. കുറച്ച് കോൺഫ്ലോർ കലക്കി വെച്ചെടുക്കട്ടോ. ചട്ടിയിൽ നിന്ന് ഇട്ട് വരുന്ന വരെ വഴറ്റട്ടോ. നന്നായി വഴറ്റിയിട്ട് നന്നായി വഴറ്റും കേട്ടോ. ചട്ടിയിൽ ഇട്ട് വരുമ്പോൾ ഒരു ബൗളിൽ നെയ്യ് ഒഴിച്ചിട്ട് സ്പ്രെഡ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചെടുക്കട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ വീഡിയോ കാണാൻ എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. കട്ട് ചെയ്ത് ഇതിപ്പോൾ ചെറിയൊരു ബീട്രൂട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചെറുതെടുത്ത് തോരൻ വെച്ചിൻ്റെ ബാക്കി ഉള്ളതുകൊണ്ട് ഉണ്ടാക്കിയാണ്. ക്വാണ്ടിറ്റി കൂടി എടുത്താൽ ഇതിലേറെ കട്ടി ഉണ്ടാക്കാം. നല്ല ടേസ്റ്റ് കേട്ടോ. അൽഹംദുലില്ലാഹ് നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ.